നമുക്കിന്ന് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിലെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ സവോളയുടെ പകുതി ക്യൂബായിട്ട് കട്ട് ചെയ്തത്, 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് ഇത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ എല്ലിൽ നിന്ന് മാംസം വിട്ട് വരുന്ന അത്രയും സമയമൊന്നും വേവിക്കരുത്, കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിലോട്ട് നല്ലപോലെ അരപ്പൊക്കെ പിടിക്കും, ചിക്കൻ കുറച്ചുകൂടെ നല്ല സോഫ്റ്റും ആയിരിക്കും, നമുക്ക് വറുത്തെടുക്കാനും നല്ല എളുപ്പമുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ അരപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആയതുകൊണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിൽ നിന്ന് ഞാൻ ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു മുട്ടയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്താൽ മതി. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കനെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സ് നമുക്ക് വേണം, കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒന്നും കൂടി നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഔട്ടർ കവറിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ മാവ്, ഒരു 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് മൈദാമാവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ സ്പൈസ് മിക്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഒറിഗാനോ, റോസ്മേരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇതിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ മാവിൽ മുക്കിയത് ഒന്നും കൂടി നമ്മൾ ആ മുട്ടയും വെള്ളവും എല്ലാം മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മാവിലോട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് എക്സസ് ഉള്ള മാവ് നല്ലപോലെ തട്ടിക്കളയണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഡയറക്റ്റ് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും തീ കുറച്ച് വെക്കാനും പാടില്ല, തീ കൂട്ടി വെക്കാനും പാടില്ല. മീഡിയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ചിക്കനിൽ വല്ലാണ്ട് എണ്ണ കുടിക്കുകയും ചെയ്യും, ചിക്കൻ നല്ല ക്രിസ്പി ആവത്തുമില്ല, ആ മാവ് ചിക്കനിൽ പിടിക്കാതെ ഇങ്ങനെ ഇളകി വരികയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരു 3-4 എണ്ണവേ ഒരു സമയം ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുത്താൽ എണ്ണയുടെ ചൂട് അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ട് 1-2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതൊരു 15-20 മിനിറ്റ് എടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു വയറാക്കിൽ വേണം വെക്കാനായിട്ട്, എന്നാൽ മാത്രമേ ആ ക്രിസ്പിനെസ് അതുപോലെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്